കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ഒത്തുചേർന്നു കൈകൾ കോർത്തു സ്നേഹ സംഘമായിടാം, മൂവർണ്ണ കൊടികൾ വീശി വീശി നമ്മൾ നീങ്ങിടാം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയദർശനം. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയദർശനം. സൗഹൃദത്തിൻ കവിത ചൊല്ലി വഴി വെളിച്ചമാക്കുവാൻ നാം വരുന്നു മഹീതാകെ സ്നേഹഗാഥ തീർക്കുവാൻ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. പ്രവാചക പ്രഭു ഉയർത്തി വിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പ്രവാചക പ്രഭു ഉയർത്തി വിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പാതിരാവിൻ നെഞ്ചിലും ഉറങ്ങിടാത്ത മാനസം, പാതി വച്ചു പിന്മടങ്ങുകില്ല നമ്മൾ ഈ പദം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിശ്വമാകെ നന്മയുടെ പുണ്യഗാഥ തീർക്കണം, ഒരുമയോടെ നിന്നു നമ്മൾ വഞ്ചയം ഭരിക്കണം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കേരളയാത്ര നമ്മുടെ കേരളത്തിന്റെ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, മാനസികമായ ഏറ്റവും സ്നേഹനിർഭരമായ അന്തരീക്ഷം രചിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഒരു അധ്യായമായി ഈ കേരളയാത്ര മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാന്തപുരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ജാഥയിൽ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തെ ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ഒരു പരിസര സമൂഹത്തിന് സമാധാനത്തോടെ ഐക്യത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ യാത്രയുടെ ഫലമായി നമ്മുടെ നാട്ടിലെ എല്ലാ മതസ്ഥരുമായ അമ്മകള് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുപകരിക്കത്തക്ക ഒരു മഹാപ്രസ്ഥാനമായി ഈ ജാഥയും ഇതിന്റെ നേതൃത്വവും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ആപാലമനം ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയും, മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മാനവികതയാണ് സസ്യകാമള സുന്ദരമായ കൊച്ചു കേരളത്തില് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിൽ ക്ഷണിച്ചപ്പോൾ ഞാനും ആ പക്ഷം ചേരുവാൻ ഈ ബഹുമാനരായ നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഇവിടെ സന്നിഹിതനായിട്ടുള്ളത്. ആധുനിക കാലഘട്ടം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത്തരത്തിലുള്ള സന്ദേശമായി മുന്നോട്ട് പോകുക. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് നിർവഹിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കേരളം ദൈവത്തിന്റെ നാടാണ്. ഈ ദൈവത്തിന്റെ നാട്ടിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും നടക്കുന്നുണ്ട്. ദൈവവിരുദ്ധ പ്രവർത്തനങ്ങൾ, ആത്മീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അവിടെയാണ് ഈ മുദ്രാവാക്യത്തിന്റെ, ഈ സന്ദേശത്തിന്റെ പ്രസക്തി. മാനവികതയെ ഉണർത്തുക, ഇത്ര മഹത്തരമായ ഒരു മറുപടി ഈ ദുശ്ചിന്തകൾക്ക്
ഈ ദുഷ്ടവിചാരങ്ങൾക്ക് മറുപടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ യാത്രയിലൂടെ ആ ദുഷ്ടചിന്തകളെയും തെറ്റായ ചിന്തകളെയും മനുഷ്യന്റെ സമൂഹത്തിൽ പടർന്നു വരുന്ന എല്ലാ തെറ്റുകൾക്കുമെതിരെ ഇതാ ഒരു സന്ദേശവുമായി ഒരു വിളക്കിന്റെ ദീപത്തിന്റെ പ്രകാശം പോലെ കാന്തപുരത്തിന്റെ പ്രകാശം അങ്ങനെ കേരളം മുഴുവൻ നടന്നു നീങ്ങുമ്പോൾ ഇതാ രാജ്യത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലയാളിക്ക് മാനവികത എന്താണെന്നറിയാം, പക്ഷേ എവിടെയോ അവന്റെ മാനവികത ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള നാടാണ് കേരളം. ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങളുള്ള നാടാണ് കേരളം. മനുഷ്യൻ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുണ്യഭൂമിയാണ് കേരളം. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള നാടായി കേരളം മാറുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യപാനികളുള്ള നാട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമാണെന്നുള്ള കാര്യം അപമാനത്തോടുകൂടി നമുക്ക് ശിരസിൽ കുനിച്ച് സമ്മതിക്കേണ്ടി വരുന്നു. ഏറ്റവും കൂടുതൽ വൈവാഹിക കുടുംബ കലഹങ്ങൾ കോടതിയിലെത്തുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അങ്ങനെ നാം നേടിയ പല സംസ്കാരങ്ങളും നമ്മുടെ ചരിത്രവും പൈതൃകവും മെല്ലെ മെല്ലെ ചോർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര ഇസ്ലാമിക മതവിഭാഗത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള മുദ്രാവാക്യവും ആശയവുമല്ല. മുസ്ലിം സമുദായം ഒരിക്കലും ഇവിടെ ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് മതങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായി ഉള്ള ഹൈന്ദവ മതം, ക്രിസ്തുമതം, അതാണ് കൂടുതലുള്ളത്. അവരാരും അതിന്റെ നേതാക്കൾ ഇന്ന് വരെയായി ഒരു നിർബന്ധ മതപരിവർത്തനം നടത്തുന്നതായി നമുക്ക് അറിയില്ല. ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനവും മതവും അവരുടെ മതങ്ങൾ അനുസരിച്ച് തന്നെ പൂർണ്ണമായും ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ ജീവിക്കുകയും അതേ സമയത്ത് തമ്മിൽ കലഹിക്കാതെ സമാധാനപരമായ ഒരു ജീവിതം നയിച്ചു വരുന്നവരാണ് നമ്മുടെ മുൻഗാമികളെല്ലാം. എന്നാൽ ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരനെ വിശ്വാസമില്ലാതെ പേടിയായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് പറ്റില്ല. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. കാന്തപുരത്തിൽ സംഘബലത്തിൻ പുതിയ ചരിത്രമിതാ, കാലത്തിൻ വഴി
കേരള ജനസഞ്ചയത്തിലുള്ള വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ ഉടമകളായ നമ്മളൊക്കെ ഒരേ ഒരു ചരടിൽ കോർത്തിണക്കപ്പെടുന്നത് ആ ഒരേ ഒരു ചരടാണ് മാനവികത. ലോകത്തിൽ അനേകം സംസ്കാരങ്ങളുണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിലുണ്ടായിട്ടുള്ള അസീറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, ബ്രിട്ടീഷ് സംസ്കാരം, ഇതൊക്കെ ലോകത്തിൽ വന്ന് ഉദിച്ച് ഉയർന്ന് അസ്തമിച്ചു പോയിട്ടുള്ള സംസ്കാരങ്ങളാണ്. അർണോൾഡ് ടോയിൻബി എന്ന ചരിത്രകാരൻ പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്കാരം വളരുന്നതിനിടയ്ക്ക് ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അധപതനത്തിന് കാരണം ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചു എന്നത് തന്നെയാണ്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്നില്ല. പിന്നീട് ബദലായി വന്ന അമേരിക്കൻ സംസ്കാരം ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സദാചാര ധാർമ്മിക മൂല്യങ്ങളുടെ ച്യുതി കാരണം എന്തെല്ലാം തകർച്ചകളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏത് സിദ്ധാന്തത്തിനും ഏത് സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ഹൃദയമുണ്ട്. മുതലാളിത്തത്തിന് ഹൃദയമില്ല. കരുണയില്ലാത്ത, കനിവില്ലാത്ത, ഹൃദയമില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു തത്വസംഹിതയാണ് മുതലാളിത്തം. അത് ലോകത്ത് ഇന്ന് എങ്ങനെയാണ് കത്തി ജ്വലിച്ച് പടർന്ന് തകർത്ത് തരിപ്പണമാക്കി മുന്നേറുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ നീരാളിപ്പിടുത്തം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അലോസരങ്ങൾ നമുക്കറിയാം. അതിന്റെ കടന്നാക്രമണങ്ങൾ നമുക്കറിയാം. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ നാട്ടിലും അതിന്റെ വിവിധ കൈവഴികൾ പറഞ്ഞു വന്ന് ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഒക്കെ പേരിൽ വന്ന് അത് നമ്മുടെ സ്വഭാവങ്ങൾക്കുള്ളിൽ കയറി, നമ്മുടെ തലച്ചോറിനുള്ളിൽ കയറി, നമ്മുടെ ജീവിത രീതിയെ മാറ്റി നമ്മെ മനുഷ്യരല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത്തരം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾക്ക്, പ്രചരണങ്ങൾക്ക് എല്ലാം വലിയ പങ്കുണ്ട്. മതം, ജാതി അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഇവയൊക്കെ തന്നെ അവയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നവയാണ്. മനുഷ്യരെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും ഉദാത്തമായ സന്ദേശം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള നിരവധി കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല യുദ്ധങ്ങളും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. മതം ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാനുഷിക സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ മതത്തിന്റെ പേരിൽ വിഭാഗീയതയും തീവ്രവാദവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം മക്കളെ ചെയ്തു കൊടുക്കുന്നവർ, സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കുന്നവർ, സ്വന്തം പിതാക്കളെ മാതാക്കളെ ആക്രമിക്കുന്നവർ, ഇതെല്ലാം നമുക്ക് ചുറ്റും ഒറ്റപ്പെട്ടതാണെങ്കിലും സംഭവം ഉണ്ടാകുന്നു. അത്തരമൊരു കലികാലത്താണ് മനുഷ്യസ്നേഹത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ കേരള യാത്ര ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗൾഫ് യാത്രക്കാർക്ക് പൊതുവെ തന്നെ അമേരിക്കയിൽ പോയി വരുന്ന കാശാണ് ഇവിടെ നിന്ന് UAE-യിലേക്കും ഖത്തറിലേക്കും കുവൈത്തിലേക്കുമെല്ലാം എയർ ഇന്ത്യ ഈടാക്കുന്നത്. ഒരാൾക്ക് ഇവിടുന്ന് സൗദിയിൽ പോകുന്ന കാശ് ഉണ്ടായാൽ അമേരിക്കയിലും ലണ്ടനിലും പോയി വരാം. ഇവിടെ മുസ്ലിംകൾ മാത്രം പോകുന്നതാണ് ഹജ്ജിന് പോകുന്നത്. അവിടെ ലണ്ടനിൽ പോയി വരാൻ, അമേരിക്കയിൽ പോയി വരാൻ 18 മണിക്കൂർ 20 മണിക്കൂർ യാത്ര ചെയ്യുന്ന പ്ലെയിൻ കാശും ഇവിടെ 3 മണിക്കൂർ കൊണ്ട് എത്തുന്ന അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് പോകുന്ന യാത്രാക്കൂലിയും ഒരുപോലെയാണ് എയർ ഇന്ത്യ ഇപ്പോൾ തന്നെ ഇവിടെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അഡീഷണൽ സർവീസ് ടാക്സി എന്ന പേരിൽ പുതുതായി ഒന്ന് ഏർപ്പെടുത്തിയതായിട്ടും ഏർപ്പെടുത്താൻ പോകുന്നതായി അറിയുന്നു, അല്ലെങ്കിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും പിൻവലിക്കാൻ
ഉത്തരവാദപ്പെട്ടവർ തയ്യാറാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശാന്തി സുമംഗളുമാ കാന്തപുരം വരവാ മാനവമോചനകാവ്യം മനമിൽ സാന്ത്വനമന്ത്രം മാനവമോചനകാവ്യം മനമിൽ സാന്ത്വനമന്ത്രം ശാന്തി സുമംഗളുമാ കാന്തപുരം വരവാ ൂഷരഭൂമുകളുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലും മൈറുത്തു നടും മാനവസ്നേഹഫലം ൂഷരഭൂമുകളുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലും മൈറുത്തു നടും മാനവസ്നേഹഫലം കടുത്ത വിദ്വേഷത്തിൻ വിത്തുകളടർത്തി മാറ്റിടണം തളിച്ചു മാനവ സൗഹൃദ പൂവനി കടത്തുവാൻ ശബദം മനസ്സുള്ളിൽ മാനവീകത പൂത്തുലയട്ടെ അകമിൽ സഹജീവി സ്നേഹസുമഞ്ഞ വിളയട്ടെ കേരളയാത്ര കേരളയാത്ര ശാന്തി സുമംഗളുമാ കാന്തപുരം വരവായി ഭാരതഭൂമികളിൽ സ്നേഹതുഷാര. ഞാൻ ഈ യാത്രയെ കാണുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യാത്ര. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പിഞ്ച് ചെറുപ്പക്കാർക്ക് വേണ്ടി, യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും ആദർശ സന്ദേശങ്ങളുമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. കോൺട്രവേഴ്സ്യലായ, അതായത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിഷയവും ഉസ്താദ് പരാമർശിക്കുന്നില്ല. സ്നേഹമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, ക്ഷമയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരോട് ഇതാണ് ഈ സമുദായം പറയുന്നത്. ഇതെല്ലാവർക്കും വേണ്ടിയാണ്, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും വേണ്ടിയാണിത്. വഴി തെറ്റുന്ന കള്ളുകുടിയന്മാർക്ക് വേണ്ടി, വ്യഭിചാരം നടത്തുന്നവർക്കെതിരായി അവരെയൊക്കെ നേരായ മാർഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വരുന്നു ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ഈ മഹത്തായ കേരള യാത്ര. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാതെ നമ്മുടെ കുട്ടികൾ നേരായ വഴിക്ക് വളർത്താൻ നമ്മുടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. അതിലേക്ക് ഈ മാനവികത യാത്ര ഉപകരിക്കട്ടെ. എല്ലാ ജാതി മനുഷ്യരുടെയും സിരകളിലൂടെ, നാടുകളിലൂടെ, നരമ്പുകളിലൂടെയൊക്കെ ഓടുന്ന രക്തത്തിന്റെ നിറവും അതിന്റെ ഊഷ്മാവും ചൈതന്യവുമൊക്കെ ഒന്നു തന്നെയാണ്. അവിടെ വേർതിരിച്ച് നിർത്തപ്പെടുന്നത് മനുഷ്യനാണ്, പക്ഷെ മനുഷ്യൻ തന്നെയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭാരതീയമായ ഒരു മാനവികത നമുക്ക് ഉണ്ട് എന്ന സത്യം നാം മറന്നു പോകരുത്. ചതിയും വഞ്ചനയും ചൂഷണവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പിതാവ് മക്കളെ കൊല്ലുന്നു, മക്കൾ പിതാവിനെ കൊല്ലുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഈ മനുഷ്യനെ ഉദ്ധരിക്കൽ അനിവാര്യമാണ്. അത് ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഈ കാര്യം ശ്രദ്ധിക്കുക. അത് അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് മാനവികതയെ ഉണർത്തുന്നു എന്ന ഈ കാര്യം ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ
ഗവൺമെന്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ഗവൺമെന്റിനോട് ഓരോ സദസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് 28-ാം തീയതി കാസർഗോഡ് മുതൽ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമേ തിരിനാളവുമായി നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമേ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമേ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമൊഴിവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമൊഴിവിളി കേട്ടൊരു വ്യൂഹം കമറുലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി. ഒരു നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നല്ല കുടുംബം, ആ നല്ല കുടുംബങ്ങളുടെ കൂട്ടായ്മയിലൂടെ നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. പക്ഷെ ആ കുടുംബങ്ങൾ പോലും ഇന്ന് ശിഥിലമാവുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളിൽ കുടുംബത്തില് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ഒരു വിഷയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ ആ കുടുംബം ശിഥിലീകരിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സമൂഹത്തിലേക്ക് അതിന്റെ പ്രതിഫലനങ്ങൾ വരുന്നു. അത് വരുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന വിഷയം ഏറ്റവും അധികം പ്രത്യക്ഷമായി ബാധിക്കുന്നത് ആ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കും. പക്ഷെ പലപ്പോഴും അത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അവരത് പ്രകടമാക്കുന്നില്ല, അവരത് മുമ്പോട്ട് വെക്കുന്നില്ല. പ്രകടമാക്കാൻ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പോകുന്നു. പക്ഷെ ആ കുടുംബങ്ങൾ അസ്വാരസ്യം സ്വാഭാവികമായിട്ട് അവരെ സാരമായ നിലയിൽ അവരെ ബാധിക്കുന്നു, അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു, ജീവിതക്രമത്തെ ബാധിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അത് മറ്റൊരർത്ഥത്തിൽ അത് സമൂഹത്തേക്കും പ്രതിഫലിച്ചുണ്ട്. ഈ കുഞ്ഞുങ്ങളാണ് നാളെ വളർന്ന് നമ്മുടെ നാടിനെ നയിക്കുവാനും ഈ രാജ്യത്തിനെ നയിക്കുവാനും ഒക്കെ കടന്നു വരേണ്ടവർ. അവരിലേക്ക് അസ്വസ്ഥതകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിന്റെ ശിഥിലീകരണത്തിലേക്ക് ബാധിക്കുമെന്നുള്ളത് സംശയമില്ല. അനവധി കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ യാത്ര അതിൻ്റെതായ അർത്ഥത്തിൽ അത് കേരള സമൂഹത്തിൽ പ്രതിഫലിക്കട്ടെ. അനവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച് 12 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ യാത്ര അതിന്റെ തുടർച്ചയായിട്ട് ഈ കേരള യാത്രയെ നമുക്ക് കാണാം. മാനവികതയെ ഉണർത്തുവാനുള്ള ഈ യാത്ര കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇവിടെ അദ്ദേഹത്തിനെ ഏതർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയുകയില്ല. Some are born great, some achieve greatness, and somehow greatness trusted upon them. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹം ആദ്യത്തെ 2 ഗണങ്ങളിൽ പെടുന്നു. ബോൺ ഗ്രേറ്റ്, ഒരു മഹാനായ ഒരു മനുഷ്യൻ. എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഈ യാത്ര അതിൻ്റെതായ അർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം വിദ്യ അഭ്യസിക്കുന്നത് മാത്രമല്ല, കേവലം ഡിഗ്രികൾ മാത്രം സമ്പാദിക്കുന്നതല്ല, കേവലം ഉന്നതമായ പദവികളിൽ എത്തുന്നത്, ജോലികൾ ലഭിക്കുന്നത് മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ മുറുകി പിടിക്കുന്ന, ആ സംസ്കാരത്തെ മുറുകി പിടിക്കുന്ന
ആ പൈതൃകത്തെ മുറുകി പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം പടുത്തുയർത്തേണ്ടത്. ഈ നമ്മൾക്ക് പരിസ്ഥിതിയോട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി നിറവേറ്റാൻ, ആ പുതിയ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ആ തലമുറയ്ക്കും വേണ്ടി അവർക്ക് സുഖമായി ജീവിക്കാൻ, അവർക്ക് വസിക്കാനുള്ള ഒരു മേഖല കൂടിയായി നമ്മുടെ ഭൂമി മാറ്റാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ തയ്യാറാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഉയർത്തുന്ന മൂല്യങ്ങൾ, ഈ യാത്ര ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് കാലിക പ്രസക്തമാണെന്നും അതിൽ പങ്കെടുത്ത ഓരോരുത്തരും അത് മനസ്സിലാക്കി അത് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് മാത്രം. എല്ലാ മതവിശ്വാസങ്ങളും എല്ലാ രാഷ്ട്രീയ ദർശനങ്ങളും മാനവികമായ ഉള്ളടക്കങ്ങളാൽ സമ്പന്നമായിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സമൂഹം ഇന്ന് പ്രതിലോമ ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും കുറെ കൂടെ ഗൗരവത്തോടെ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇടപെടേണ്ടതുണ്ട് എന്ന സൂചനകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വടക്ക് നിന്ന് തെക്കോട്ട് ഈ യാത്ര പോവുകയാണ്. എല്ലാ വഴിയോരങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ യാത്രയുടെ മുദ്രാവാക്യം മനുഷ്യന്റെ മനസ്സുകളിലൂടെയുള്ള സഞ്ചാരമായിരിക്കും വിഭാവനം ചെയ്യുന്നത്. ഹൈവേയിലൂടെയോ ഉൾവഴികളിലൂടെയുള്ള യാത്രയല്ല, കേരളീയ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലൂടെ മനസ്സിലൂടെ ഒരു പുതിയ മനുഷ്യനാക്കുന്നതിനുള്ള പ്രക്രിയയ്ക്കുള്ള നീണ്ട യാത്രയായിരിക്കും ഇത്. ഈ യാത്ര തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവസാനിക്കുന്ന ഒരു യാത്രയല്ല, മനുഷ്യനുള്ളിടത്തോളം കാലം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു യാത്രയാണ്. മനസ്സുകളെ മലീമസമാക്കപ്പെടുന്ന സാധ്യതകൾ സമ്പന്നമാകുന്ന കാലഘട്ടത്തിൽ മനസ്സുകളെ വിമോചിപ്പിക്കുക എന്നുള്ളതും മാനവികതയിലേക്ക് തൊട്ടുണർത്തുക എന്നുള്ളതും ഒരു വലിയ ദൗത്യമാണ്, സമരമാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെ നിരവധി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകത്ത് തെറ്റിദ്ധാരണ നിമിത്തം അകറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായി ഇസ്ലാം മതാനുയായികൾ മാറപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം ദൈവത്താൽ പ്രപഞ്ച സൃഷ്ടാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട സന്ദേശം അതുതന്നെയാണ് മാനവികത എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എപ്രകാരം തൻ്റെ സഹജീവിയോട്, സഹോദരനോട്, സമസൃഷ്ടികളോട്, കുറെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യരോട് പെരുമാറണം എന്ന സന്ദേശം തന്നെയാണ് ഇസ്ലാം നൽകുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിലെ മാനവികത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അപ്രകാരം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല സംഭവങ്ങളും ഇന്നത്തെ ലോകത്തുണ്ട്. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. അതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉത്തരവാദികൾ ആരായാലും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെടുകയും മനുഷ്യന് അവൻ്റെ വിശ്വാസങ്ങളുടെ പേരിൽ അവൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യൻ എന്ന നിലയിലുള്ള മഹോന്നതമായ പദവി നഷ്ടപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ദുഃഖകരമായ ഈ അവസ്ഥയിലാണ് എന്താണ് യഥാർത്ഥ മാനവികത, ആ മാനവികതയെ കണ്ടറിയുന്നതിന്, ആ മാനവികതയെ സജീവമാക്കുന്നതിനുള്ള യാത്രയാണ് കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.